ഹായ് ഫ്രണ്ട്സ്, HRDC ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്ലാസ് ആരംഭിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവര സാങ്കേതിക വിദ്യാ പഠനവും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേര്. പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവര സാങ്കേതിക വിദ്യാ പഠനവും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേര്. കൈറ്റ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ: പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവര സാങ്കേതിക വിദ്യാ പഠനവും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേര് കൈറ്റ്. കൈറ്റിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കൈറ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കൈറ്റിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കൈറ്റ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ്. കൈറ്റ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമായ എഡ്യൂസാറ്റിൻ്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടത്തുന്നത്. കൃത്രിമ ഉപഗ്രഹമായ എഡ്യൂസാറ്റിൻ്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടത്തുന്നത്. അതായത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമായ എഡ്യൂസാറ്റിൻ്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടത്തുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ആൻസർ: അന്തരീക്ഷ അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അന്തരീക്ഷ അപവർത്തനം. സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മികൾ സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മികൾ സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. ജലത്തിൽ വച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നാൻ കാരണം അപവർത്തനം. ജലത്തിൽ വച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നാൻ കാരണം അപവർത്തനം. മരുഭൂമിയിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണം അപവർത്തനം. മരുഭൂമിയിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുവാൻ കാരണം അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അന്തരീക്ഷ അപവർത്തനം. സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മികൾ സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. ജലത്തിൽ വച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നാൻ കാരണം അപവർത്തനം. മരുഭൂമിയിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുവാൻ കാരണം അപവർത്തനം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയയിലൂടെ സാന്ദ്രണം നടത്തുന്നത്? ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയയിലൂടെ സാന്ദ്രണം നടത്തുന്നത്? ബോക്സൈറ്റ്. ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയയിലൂടെ സാന്ദ്രണം നടത്തുന്നത്? ബോക്സൈറ്റ്. പൊടിച്ച അയിരിനെ അയിരിലെ മാലിന്യങ്ങൾ ലയിക്കാത്തതും ലോഹ സംയുക്തങ്ങൾ ലയിക്കുന്നതുമായ ലായകത്തിൽ ലയിപ്പിച്ച് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ്. പൊടിച്ച അയിരിനെ അയിരിലെ മാലിന്യങ്ങൾ ലയിക്കാത്തതും ലോഹ സംയുക്തങ്ങൾ ലയിക്കുന്നതുമായ ലായകത്തിൽ ലയിപ്പിച്ച് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ്. പൊടിച്ച അയിരിനെ വായു പ്രവാഹത്തിൽ ശക്തിയായി ചൂടാക്കുന്ന രീതിയാണ് റോസ്റ്റിങ്. പൊടിച്ച അയിരിനെ വായു പ്രവാഹത്തിൽ ശക്തിയായി ചൂടാക്കുന്ന രീതിയാണ് റോസ്റ്റിങ്. ബാഷ്പശീലമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കാൽസിനേഷൻ. ബാഷ്പശീലമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കാൽസിനേഷൻ. റോസ്റ്റിംഗ് കഴിഞ്ഞ അയിരിനൊപ്പം ഉയർന്ന ഊഷ്മാവിൽ ചാർക്കോൾ ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയയാണ് സ്മെൽറ്റിംഗ്. റോസ്റ്റിംഗ് കഴിഞ്ഞ അയിരിനൊപ്പം ഉയർന്ന ഊഷ്മാവിൽ ചാർക്കോൾ ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയയാണ് സ്മെൽറ്റിംഗ്. കാറ്റിൻ്റെ സഹായത്തോടെ മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് വിന്നോവിങ്. കാറ്റിൻ്റെ സഹായത്തോടെ മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് വിന്നോവിങ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ: ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയയിലൂടെ സാന്ദ്രണം നടത്തുന്നത്? ബോക്സൈറ്റ്. പൊടിച്ച അയിരിനെ
അയിരിലെ മാലിന്യങ്ങൾ ലയിക്കാത്തതും ലോഹ സംയുക്തങ്ങൾ ലയിക്കുന്നതുമായ ലായകത്തിൽ ലയിപ്പിച്ച് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ്. പൊടിച്ച അയിരിനെ വായു പ്രവാഹത്തിൽ ശക്തിയായി ചൂടാക്കുന്ന രീതിയാണ് റോസ്റ്റിങ്. ബാഷ്പശീലമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കാൽസിനേഷൻ. റോസ്റ്റിംഗ് കഴിഞ്ഞ അയിരിനൊപ്പം ഉയർന്ന ഊഷ്മാവിൽ ചാർക്കോൾ ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയയാണ് സ്മെൽറ്റിങ്. കാറ്റിൻ്റെ സഹായത്തോടെ മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് വിന്നോവിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി വൈറസ്. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി വൈറസ്. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗമാണ് വൈറസുകൾ. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗമാണ് വൈറസുകൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കുഞ്ഞൻപിള്ള എന്ന് യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തിയാര്? കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തിയാര്? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. കുഞ്ഞൻപിള്ള എന്ന് യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തിയാര്? ചട്ടമ്പി സ്വാമികൾ. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്നു വിളിച്ചത് തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് തൈക്കാട് അയ്യ. ക്രിസ്തുമത നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ക്രിസ്തുമത നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ് ക്രിസ്തുമത നിരൂപണം. ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമിയിലെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. ക്രിസ്തുമത നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മന, കൊല്ലം. ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മന, കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം അത് തലക്കുളം. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം തലക്കുളം. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം തലക്കുളം. വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദിവാനായ വർഷം 1802. വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദിവാനായ വർഷം 1802. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേരാണ് വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേരാണ് വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പി ദളവയുടെ ജന്മദേശം കൽക്കുളം, കന്യാകുമാരി ജില്ലയിൽ. വേലുത്തമ്പി ദളവയുടെ ജന്മദേശം കൽക്കുളം, കന്യാകുമാരി ജില്ല. വേലുത്തമ്പി ദളവയുടെ തറവാട്ട് നാമമാണ് തലക്കുളത്ത് വീട്. വേലുത്തമ്പി ദളവയുടെ തറവാട്ട് നാമമാണ് തലക്കുളത്ത് വീട്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ.
സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. സഞ്ചരിക്കുന്ന കോടതികൾ തിരുവിതാംകൂറിലാണ് സ്ഥാപിച്ചത്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാനാണ് വേലുത്തമ്പി ദളവ. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാനാണ് വേലുത്തമ്പി ദളവ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. തിരുവിതാംകൂറിലെ ധീര ദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം തലക്കുളം. വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദിവാനായ വർഷം 1802. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പി ദളവയുടെ ജന്മദേശം കൽക്കുളം, കന്യാകുമാരി ജില്ല. വേലുത്തമ്പിയുടെ തറവാട്ട് നാമം തലക്കുളത്ത് വീട്. കുണ്ടറ വിളംബരം അദ്ദേഹം നടത്തിയത് 1809 ജനുവരി 11. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. വേമ്പനാട്ട് കായലിലെ പാതിരമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാനാണ് വേലുത്തമ്പി ദളവ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലെ ഒരു ക്വസ്റ്റ്യനാണ്. ഡാഷ് ഇൻ ദ ആഫ്റ്റർനൂൺ ഈസ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ. ഡാഷ് ഇൻ ദി ആഫ്റ്റർനൂൺ ഈസ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ. ഇതിൻ്റെ ഉത്തരം സ്ലീപ്പിംഗ് എന്നാണ്. ഡാഷ് ഇൻ ദ ആഫ്റ്റർനൂൺ ഈസ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ. ആൻസർ സ്ലീപ്പിംഗ്. ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തോടൊപ്പം ING ചേർന്ന് വരുന്ന പദങ്ങളെയാണ് ജിറണ്ട് എന്ന് വിളിക്കുന്നത്. ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തോടൊപ്പം ING ചേർന്ന് വരുന്ന പദങ്ങളെയാണ് ജിറണ്ട് എന്ന് വിളിക്കുന്നത്. ഇതിനെ വെർബൽ നൗണെന്നും അറിയപ്പെടുന്നു. ക്രിയയുടെ ING രൂപം നൗണായി ഉപയോഗിക്കുമ്പോഴാണ് ജിറണ്ട് എന്ന് അറിയപ്പെടുന്നത്. ക്രിയയുടെ ING രൂപം നൗണായി ഉപയോഗിക്കുമ്പോഴും ജിറണ്ട് എന്ന് അറിയപ്പെടുന്നു. ഒന്നുകൂടെ. ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തോടൊപ്പം ING ചേർന്ന് വരുന്ന പദങ്ങളാണ് ജിറണ്ട് എന്ന് വിളിക്കുന്നത്. ഇതിനെ വെർബൽ നൗണെന്നും അറിയപ്പെടുന്നു. ക്രിയയുടെ ING രൂപം നൗണായി ഉപയോഗിക്കുമ്പോഴാണ് ജിറണ്ട് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, കനോട്ട് സ്റ്റാൻഡ്, കനോട്ട് ഹെൽപ്പ്. ഇവയ്ക്ക് ശേഷം വെർബ് പ്ലസ് ING ഫോം ആയിരിക്കും. ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, കനോട്ട് സ്റ്റാൻഡ്, കനോട്ട് ഹെൽപ്പ്. ഇവയ്ക്ക് ശേഷം വെർബ് പ്ലസ് ING ഫോം ആയിരിക്കും. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. ഡാഷ് ഇൻ ദ ആഫ്റ്റർനൂൺ ഈസ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ. ആൻസർ സ്ലീപ്പിംഗ്. ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തോടൊപ്പം ING ചേർന്ന് വരുന്ന പദങ്ങളെയാണ് ജിറണ്ട് എന്ന് വിളിക്കുന്നത്. ഇതിനെ വെർബൽ നൗൺ എന്നും അറിയപ്പെടുന്നു. ക്രിയയുടെ ING രൂപം നൗണായി ഉപയോഗിക്കുമ്പോഴാണ് ജിറണ്ട്. ഒന്നുകൂടെ. ക്രിയയുടെ ING രൂപം നൗണായി ഉപയോഗിക്കുമ്പോൾ ആണ് ഇതിനെ ജിറണ്ട് എന്ന് അറിയപ്പെടുന്നത്. അടുത്തൊരു മാത്സ് ആണ്. ഒരു അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 360 പൈ ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. ഒരു അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 360 പൈ ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. ഇതേ ആരമുള്ള ഒരു ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്ററാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 360 പൈ ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. ഇതേ ആരമുള്ള ഒരു ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്ററാണ്? അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം ഇവിടെ തന്നിട്ടുണ്ട്, 360 പൈ ആണ്. നമുക്ക് അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം അറിയാം. 3πr² ആണ് അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം. ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം ചോദിച്ചാൽ 4πr². അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 3πr², ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 4πr². ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. ഒരു അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 360 പൈ ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 3πr² ഈസിക്കൽ ടു 360 പൈ ഇവിടെ തന്നിട്ടുണ്ട്. 3πr² ഈസിക്കൽ ടു 360 പൈ എന്നിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഈ പൈയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ 3²
ഈസിക്വൽ ടു 3r² ഈസിക്വൽ ടു 360 വരും. എന്നിട്ട് നമുക്ക് 3നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ r² ഈസിക്വൽ ടു 360/3 എന്ന് വരും. r ഈസിക്വൽ ടു 120. അപ്പം r ഈസിക്വൽ ടു 120. അപ്പോൾ ഒന്നുകൂടെ അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 3πr². ഈ 3πr² 360 ഇവിടെ തന്നിട്ടുണ്ട്. ഈ 3 നമുക്ക് ഈ പൈയും ഇവിടെ വെച്ച് ക്യാൻസലായി പോകും. അപ്പോൾ 3r² ഈസിക്വൽ ടു 360. ഈ 3 നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ r² ഈസിക്വൽ ടു 360/3, r ഈസിക്വൽ ടു 120. അപ്പോൾ നമുക്ക് ഇവിടെ 120 r കിട്ടി. ഇത് നേരെ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണത്തിൽ എടുത്ത് ആഡ് ചെയ്ത് കൊടുത്ത ആൻസറായി. ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 4πr² ആണ്. അപ്പോൾ നമുക്ക് ഈ 120 എടുത്ത് ഈ r² എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 × π × 120 ഈസിക്വൽ ടു 480 π എന്നാണ് ആൻസർ. 480 π. ഓക്കെ.